ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകി പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്തുമസ് വരവായി. വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജോസഫിന്റെയും മേരിയുടെയും മകനായി ഉണ്ണീശോ പിറന്ന പുണ്യദിനം. അതെ, ലോകത്തിന്റെ പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ 25 ക്രിസ്തുമസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖാനുഭവങ്ങളിൽ പങ്കുചേരാനും സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യം. ക്രിസ്തുവിന്റെ കുർബാന എന്നറിയപ്പെടുന്ന ക്രിസ്റ്റസ്, മാസേ എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ക്രിസ്തുമസ് എന്ന വാക്ക് ഉത്ഭവിച്ചത്. പരസ്പരം സ്നേഹിക്കാനും പ്രകാശം പരത്താനും അവരുടെ വേദനകൾ മനസ്സിലാക്കി അവനിൽ സ്വയം ദർശിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറക്കുന്നത്. ക്രിസ്തുമസിന്റെ വരവറിയിക്കുന്നതാണ് നക്ഷത്രങ്ങൾ. വീടുകളിലും മുന്നിൽ തെളിയുന്ന നക്ഷത്രങ്ങളും പുൽക്കൂടുകളും കരോളും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കേക്കും 25 ദിവസത്തെ ത്യാഗപൂർണമായ നോമ്പും സുഹൃത ജപങ്ങളും പ്രാർത്ഥനകളാലും ഉണ്ണീശോയുടെ പിറവിക്കായി മനസ്സിനെ ഒരുക്കി ക്രിസ്തുമസ് ദിനത്തിൽ ആഘോഷത്തിലേക്ക് എത്തുകയാണ് ഓരോ ക്രിസ്ത്യാനിയും. മിശിഹായുടെ ജനനത്തെക്കുറിച്ച് മത്തായി സുവിശേഷകൻ ഇങ്ങനെ പറയുന്നു: അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തൊരു ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. ഈ ക്രിസ്തുമസ് കാലത്തിൽ നമുക്ക് ചുറ്റുമുള്ള അഹന്തതയുടെയും സ്വാർത്ഥതയുടെയും അന്ധകാരത്തെ അകറ്റി സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും എളിമയുടെയും പ്രകാശം ചുറ്റുമുള്ളവരിലേക്ക് പകരാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കാനും നന്മകൾ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ നേരുന്നു.